ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഉള്ളിക്കോഴി തയ്യാറാക്കാം. ഇത് നല്ല പലഹാരങ്ങളുടെ കൂടെയും നാടൻ കുത്തരി ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-40 ചുമന്നുള്ളി ഇതുപോലെ വൃത്തിയാക്കിയത് ഒന്നിൽ അരകല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചോപ്പറിൽ വെച്ചൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി 2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കുടം വെളുത്തുള്ളി ചതച്ചതും 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി അങ്ങ് ചേർക്കാം. 1 പിടി തേങ്ങാക്കൊത്ത് ഇതുപോലെ അരിഞ്ഞതും കൂടി ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കിതൊന്ന് തിരുമ്മി വയ്ക്കണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഇതിൽ ഗരം മസാലയോ മല്ലിപ്പൊടി തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കാതെ ആണ് നമ്മൾ ഈ ഒരു ഉള്ളിക്കോഴി തയ്യാറാക്കുന്നത്. ഇതിൽ ചുമന്നുള്ളി വേണം ധാരാളം ചേർക്കാൻ. പിന്നെ ഇതുപോലെ ഒന്ന് 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് നേരെ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മീഡിയം തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം ചിക്കനൊന്ന് ഇതുപോലെ മുറിച്ചെടുക്കാൻ. ഒരു 15-20 മിനിറ്റിനകം തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ ഒരു വലിയ സവാള ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുമ്പോൾ വറുത്തെടുക്കത്തില്ലേ, അതുപോലെ. ഇതുപോലെ മൂത്ത് വരുന്ന സമയത്ത് ഇതങ്ങ് കോരി മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഒരു 4-5 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരപ്പൊക്കെ നല്ല മൊരിഞ്ഞ ഒരു മണം വരും. അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മൊരിച്ചെടുക്കണം.
ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചതച്ചതും നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മുളകും നമ്മളിപ്പോൾ ഇട്ട മുളകില്ലേ അതും ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇനി ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിക്കോഴി ഇവിടെ റെഡിയായി. ഇത് എല്ലാ പലഹാരങ്ങളുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ സൂപ്പർ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ. നല്ല ചൂടോട് കൂടി തന്നെ ഇത് കഴിക്കണം. കഴിക്കുന്ന സമയത്ത് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.